സോറിയുടെ സെറ്റിൽ ഈ പറഞ്ഞ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരുമായിട്ട്. കാരണം അറിയാവുന്ന ആളുകളാണ് കൂടുതലും. പിന്നെ ആക്ടേഴ്സിനെ മാത്രം നമുക്ക് ഒരുപാട് പേരെ വിളിക്കേണ്ട. ഞാൻ ഈ ഓഡീഷൻസിന് പോയി പരിചയമുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ തന്നെ അവർ വരികയും ചെയ്തു. കാരണം അവർക്കും അങ്ങനത്തെ ഒരു ബ്രേക്ക് വേണമായിരുന്നു. സോറിക്ക് മുമ്പ് ഞാൻ ചെയ്ത വേഷങ്ങളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നാൽ മാത്രം മനസ്സിലാവുന്ന വേഷങ്ങളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ RDXലെ ഒരു നോട്ടൗട്ട് വിളിക്കുന്ന അമ്പയർ. എനിക്ക് ചുറ്റും ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സോഴ്സിനും തരാൻ പറ്റാത്ത അത്ര സന്തോഷം സിനിമ എനിക്ക് തരാൻ തുടങ്ങി. ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വൈകുന്നേരം ആ ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് ആ സിനിമയുടെ വിശേഷം പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന അത്രയും സന്തോഷവും സാറ്റിസ്ഫാക്ഷനും വേറൊന്നിനും എനിക്ക് തരാൻ പറ്റിയിരുന്നില്ല. ഇന്ന് തീ സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് എ വെരി പ്രോമിസിങ് ആൻഡ് അപ്കമിങ് ആക്ടർ ആരോമൽ ദേവരാജാണ്. ആരോമൽ, വെൽക്കം ടു തീ സ്റ്റുഡിയോ. താങ്ക് യു. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു കൺഗ്രാജുലേഷൻസ്. കാരണം സോറി പോലൊരു സിനിമ, അത്രയും എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു സിനിമ 60 ന്യൂ കമേഴ്സിനെ വെച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ അതിന് ഒരുപാട് നോട്ടബിൾ ആയിട്ടുള്ള അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ആ ഒരു സിനിമയ്ക്ക് ശേഷം ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു കരിയറിൽ വന്ന ഒരു ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു? വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം സോറിക്ക് മുമ്പ് ഞാൻ ചെയ്ത വേഷങ്ങളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നാൽ മാത്രം മനസ്സിലാവുന്ന വേഷങ്ങളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ RDXലെ ഒരു നോട്ടൗട്ട് വിളിക്കുന്ന അമ്പയർ, പടക്കളത്തിലെ ചെറിയൊരു പരിപാടി, സോമൻ്റെ കർത്താവ്, ഡോണപ്പൻ്റെ മാമോസ്, ഇതിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണ്. സോറി കഴിഞ്ഞിട്ട് വന്ന മാറ്റം കുറച്ചുകൂടെ ക്യാരക്ടർ റോൾസ് മലയാളത്തിൽ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ ആളുകൾ നമ്മൾ പണ്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് മീറ്റ് ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ നമ്മളെ വിളിച്ച് അത് ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കരിയർ വൈസ് എനിക്ക് കുറച്ചുകൂടെ നല്ല കഥാപാത്രങ്ങൾ കിട്ടിത്തുടങ്ങി ആഫ്റ്റർ സോറി. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോറി ഒരു ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു വൾണറബിലിറ്റീനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് തോന്നുന്നു. കാരണം മോസ്റ്റ് ഓഫ് ദ ഫിലിംസും ഒരു സക്സസ് കാണിക്കുമ്പോൾ ഇത് ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു വൾണറബിലിറ്റീനെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫാക്ടർ എന്തായിരുന്നു ശരിക്കും ഇതിൽ? എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടർ ഈ സിനിമ അതിൻ്റെ റൈറ്റ് ടൈമിന് എനിക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം ഞാനും വെയിറ്റ് ചെയ്തിരുന്നത് ഇതുപോലത്തെ ഒരു സിനിമയിൽ, ഒരു ഫുൾ ലെങ്ത് സിനിമയിൽ ഫുൾ ഫ്ലെഡ്ജ് പെർഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആസ് എൻ ആക്ടർ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഇതിൻ്റെ ഡയറക്ടർ അക്ഷയ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്കങ്ങനെ ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല. സോ അവൻ്റെ ഷോർട്ട് ഫിലിംസും ഞാൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അവൻ്റെ ഇതുവരെയുള്ള ഷോർട്ട് ഫിലിംസിലൊക്കെ ഞാൻ ഒരു കഥാപാത്രമായിട്ടുണ്ട്. അപ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആളാണ് എനിക്ക് അക്ഷയ്. അപ്പോൾ അക്ഷയ് വന്നിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു കഥ വന്ന് പറഞ്ഞ്, എടാ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം, ഇതിൽ നീയാണ് എൻ്റെ ഹീറോ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ വേറൊന്നും നോക്കാനില്ല. അത് ഒരു കൈൻഡ് ഓഫ് ഒരു വിശ്വാസം തന്നെയാണ്. എനിക്ക് എന്നെ അവൻ കൊണ്ടുപോകുന്നത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്, എനിക്ക് നല്ലത് നേടിത്തരാൻ തന്നെയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ സോറിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടർ ആക്ച്വലി ഫ്രണ്ട്ഷിപ്പാണ്. കാരണം എനിക്ക് അവനുമായിട്ട് പടം വർക്ക് ചെയ്യണം എന്നുള്ള ഒരുപാട് ആഗ്രഹത്തോടു കൂടി അവൻ്റെ കൂടെ നിന്നൊരാളാണ് ഞാൻ. അപ്പോൾ അത്രയും നല്ലൊരു, പിന്നെ ഓഫ് കോഴ്സ് സ്ക്രിപ്റ്റും അതുപോലത്തെ ഒരു സ്ക്രിപ്റ്റായിരുന്നു. ഒരു നടന് കേട്ടാൽ അത് ഓക്കെ പറയുന്ന തരത്തിലുള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ പിന്നെ പെർഫോം ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ എന്നെ സോറിയിലേക്ക് അട്രാക്ട് ചെയ്തത് ഫ്രണ്ട്ഷിപ്പും ലൈക്ക് എൻ്റെ ഒരു പെർഫോമൻസ് പരിപാടി കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. അതായിരിക്കും. എനിക്ക് ഇതിനകത്ത് പറഞ്ഞപ്പോൾ ഡയറക്ടറിൻ്റെ കാര്യം പറഞ്ഞ അത്രയും ഈ ഒരു ജേർണിയിൽ ഒപ്പമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലെ ഒരു കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? ശരിക്കും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരിക്കുമല്ലോ, ഡയറക്ടർ ടു ആക്ടർ, ഫ്രണ്ട്ഷിപ്പിനപ്പുറം അതെങ്ങനെയായിരുന്നു? ആക്ച്വലി നമ്മൾ പണ്ട് തൊട്ടേ ഞങ്ങൾ ഒന്നിച്ച് ആദ്യം വർക്ക് ചെയ്യുന്നത് 2017-ലാണ്, 2016-ലാണ്. അക്ഷയുടെ തെമിസ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. ആ ഷോർട്ട് ഫിലിമും ഈ പറഞ്ഞ ഒരുപാട് ഫെസ്റ്റിവൽസിലൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. അതിൽ ഡബ് ചെയ്യാനാണ് ആക്ച്വലി ഞാൻ ചെല്ലുന്നത്. ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഡബ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞു. പിന്നെ സിനിമ സംസാരിക്കുന്നു. എനിക്ക് ചേർത്തലയിൽ അങ്ങനെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് പേര് സിനിമ സംസാരിക്കാനില്ല. ഫ്രണ്ട്സ് ഉണ്ട്, എന്നാൽ പോലും നമുക്കൊരു കട്ടൻ കാപ്പിയും കുടിച്ച് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് സിനിമ സംസാരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു കോൺവെർസേഷൻ്റെ ഇടയിലായിരിക്കും ചില സിനിമകൾ ജനിക്കുന്നത് തന്നെ. അതെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഡബിങ് ഒക്കെ കഴിഞ്ഞിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സംസാരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവനും ഈ പറഞ്ഞ പോലെ ഒരാൾ വേണം സംസാരിക്കാനും സിനിമ. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കാണാൻ തുടങ്ങി. ആ സമയത്ത് വേറെ ജോലിയും കൂടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട്
എല്ലാ ദിവസവും നമ്മൾ കാണാൻ തുടങ്ങി. എൻ്റെ വീട്ടിലേക്ക് വരും, അവൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലും. അങ്ങനെ പിന്നെ അരുൺ വരുന്നു. അരുണിൻ്റെ ക്യാമറമാനാണ് സോറിയുടെ. ആഷിഖ് എഡിറ്ററാണ്. ആഷിഖ് വരുന്നു. ആകാശ് നന്ദൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. ആകാശ് നന്ദൻ ഇതിലെ ആക്ടറാണ്, പ്രൊജക്ട് ഡിസൈനറാണ്. ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നൊരു ചായ കുടിക്കും, കട്ടൻ കാപ്പി കുടിക്കും, ട്രാവൽ ചെയ്യും. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിലൂടെ കടന്നു പോകുമ്പോൾ സിനിമ മാത്രമായിരുന്നു നമ്മുടെ ഒരു ഇത്. അതായത് നമുക്കൊരു സിനിമ ചെയ്യണം, എന്നാൽ അതിനു വേണ്ടി നമുക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഈ ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇവൻ്റെ പേസ് അറിയാം. ആക്ച്വലി ഒരു ഡയറക്ടർ ഇവൻ സെറ്റിൽ എങ്ങനെയാണ്, ഇവൻ്റെ പരിപാടി എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സോറിയുടെ സെറ്റിൽ ഈ പറഞ്ഞ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരുമായിട്ടും. കാരണം അറിയാവുന്ന ആളുകളാണ് കൂടുതലും. പിന്നെ ആക്ടേഴ്സിനെ മാത്രം നമുക്ക് ഒരുപാട് പേരെ വിളിക്കേണ്ട. അതെനിക്ക് ഞാൻ ഈ ഓഡീഷൻസിന് പോയി പരിചയമുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ തന്നെ അവർ വരികയും ചെയ്യും. കാരണം അവർക്കും അങ്ങനത്തെ ഒരു ബ്രേക്ക് വേണമായിരുന്നു. അവരും ഈ ഓഡീഷൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നില്ല, ഒന്നും സെറ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് ഒരു ഓടി വന്നു എന്നുള്ളതാണ്. അവർക്കും ഈ പറഞ്ഞോണം ഒരു എക്സ്പോഷർ കിട്ടി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അതെ, പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എനിക്ക് ആസ് എ ഡയറക്ടർ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. ആസ് എ ഫ്രണ്ട് എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ രണ്ടാണ്. സിനിമയിലേക്ക് ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് അവനെ ഒരു ഫ്രണ്ടിനെ കാണാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് വന്നിട്ട് ആരംഭില്ല എനിക്ക് വേണ്ടത് ഇതാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മച്ചാനൊരു ചായ പിടിക്കാൻ പോകും, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ രണ്ട് ഫേസിലും അവൻ ബെസ്റ്റാണ് എനിക്ക്. ഓക്കെ. ആസ് ആൻ ആക്ടർ എന്ന് മുതലാണ് സിനിമ മനസ്സിൽ കയറി കൂടിയത്? ശരിക്കും അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഒരു ജേണി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനാണ് എന്നെ ആക്ച്വലി എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സിനിമ ഇഷ്ടപ്പെടുന്ന രണ്ടാളുകളാണ്. ഞാൻ കണ്ടിരുന്നു അത് ഇൻസ്റ്റഗ്രാമിൽ. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് സിനിമ, അച്ഛനും ഒരുപാട് ഇഷ്ടമാണ് സിനിമ. അപ്പോൾ അച്ഛൻ ഒരു നാടക നടൻ കൂടിയാണ്. അച്ഛൻ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം സിനിമയല്ലായിരുന്നു, എനിക്ക് അഭിനയത്തോടായിരുന്നു അല്ലാതെ. കാരണം എനിക്ക് അച്ഛൻ എപ്പോഴും പറയുന്നത് നാടകം എന്ന് പറഞ്ഞ് ഞാനും ചെറുപ്പത്തിലെ ഒത്തിരി നാടകങ്ങളാണ് ചെയ്യുന്നത്, സിനിമകളല്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിൽ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ട് നടക്കുകയും ആസിഫ് അലി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആസിഫ് അലിനെ കാണാൻ വേണ്ടിയാണ് ഞാനും അച്ഛനും പോകുന്നത്. അച്ഛൻ പറഞ്ഞിങ്ങനെ ആദ്യത്തെ ഒരു സെറ്റ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന സമയത്ത് സെറ്റിൽ ആസിഫ് മച്ചാനുണ്ട്, വേറെ ആർട്ടിസ്റ്റുകളുണ്ട്. അവിടെ ഞാനിങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടറോട് ചോദിച്ചു എന്തെങ്കിലും വേഷം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ ഒരു ആക്ഷൻ പറയുമ്പോൾ നടന്നു. ഞാൻ കുറേ തവണ ചോദിച്ചിട്ട് ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഈ ആക്ഷൻ പറയുമ്പോൾ നടന്നേക്കെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ സെറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു. പക്ഷേ ആക്ച്വലി ആ ഷോട്ട് വന്നേക്കുന്നത് ഇപ്പം അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് ആയിരുന്നു. അതിൽ ബിനീഷ് കോടിയേരിയും സൈജു കുറുപ്പ് സാറും കൂടെ സൈക്കിളിൽ പോകുന്നൊരു ഷോട്ടാണ്. ആ ഷോട്ട് ഹാൻഡിലിൽ മോൾഡ് ചെയ്തേക്കാണ് ക്യാമറ. ഇവർ മാത്രമേ ഉള്ളൂ ഫ്രെയിമിൽ. ഞാൻ ഫ്രെയിമിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നടക്കുകയാണ്. അത് എന്നിട്ട് ഞാൻ എൻ്റെ നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞു എൻ്റെ എടുത്തു, ഞാനിങ്ങനെ ചിരിക്കുന്നതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ചുമ്മാ ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഞാനങ്ങ് തള്ളി. അപ്പോൾ പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇവരൊക്കെ പടം കാണാൻ തിയേറ്ററിൽ വരുമെന്ന് ഞാൻ എൻ്റെ കൂടെ തന്നെ ഇവർ വന്നു, നമുക്ക് ഒന്നിച്ച് പോവാം. അച്ഛനും പറഞ്ഞു ഒന്ന് പോവാം. ഞാൻ അച്ഛനോടും ഞാൻ ആദ്യം എന്നെ കാണിക്കുന്നുണ്ട് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷേ ഒന്നുമില്ല, ഇതാണ് ഷോട്ട് എടുത്തേക്കുന്നത്. അപ്പം തൊട്ട് എനിക്കൊരു വാശിയായി, അതേ തിയേറ്ററിൽ എന്നെ കാണിക്കണം. അപ്പം ആ ഒരു വാശിയുടെ പുറത്താണ് വന്നത്. പക്ഷെ പിന്നീട് സിനിമ എനിക്കൊരു ഹാപ്പിനെസ് ആയി. കാരണം എനിക്ക് ചുറ്റും ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സോഴ്സിനും തരാൻ പറ്റാത്ത അത്ര സന്തോഷം സിനിമ എനിക്ക് തരാൻ തുടങ്ങി. ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വൈകുന്നേരം ആ ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് ആ സിനിമയുടെ വിശേഷം പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന അത്രയും സന്തോഷവും സാറ്റിസ്ഫാക്ഷനും വേറൊന്നിനും എനിക്ക് തരാൻ പറ്റിയിരുന്നില്ല. അപ്പം അങ്ങനെ ഒരാൾ കരിയർ ഓപ്ഷനായിട്ട് സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ ഒബ്വിയസ്ലി വീട്ടിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ എൻ്റെ വീട്ടിൽ ആ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരുന്നു. ഞാൻ അതാണ് കണ്ടത്. കാരണം ഇൻസ്റ്റഗ്രാമിലാണ് അമ്മയുടെ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത്രയും മകനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അറ്റം വരെ അമ്മ പോയിട്ടുണ്ടെന്നുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം ഇപ്പോൾ അപ്കമിങ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ്, സിനിമ ആഗ്രഹിച്ചു വരുന്ന ആക്ടേഴ്സ്, ഇപ്പോൾ ഒരുപാട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ ആഗ്രഹിച്ചു വന്നിട്ട് വേറെ ഫീൽഡിലേക്ക് പോയവരുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനായിട്ടുള്ളൊരു റീസൺ എന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പേരൻസിൻ്റെ ആ ഒരു സപ്പോർട്ട്. അതെ, അച്ഛൻ പോയി, അമ്മയാണ് ഉള്ളത്. എന്നോട് ഞാൻ പിന്നീടാണ് അത് അറിയുന്നത്. അച്ഛൻ ഇങ്ങനെ അച്ഛൻ്റെ ലാസ്റ്റ് ഡേയ്സിലൊക്കെ അച്ഛൻ അമ്മയോട് പറഞ്ഞിരുന്നു ഇവനെ വേറൊരു ജോലിക്കും വിടരുത്, വേറൊരു ജോലിക്ക് ഇവനെ പോകാൻ പ്രഷർ ചെയ്യരുത്, നിങ്ങൾക്ക്
വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേറൊരു രീതിയിലും ഇവനെ പ്രഷർ ചെയ്യരുത്. അപ്പം അത് കേട്ടപ്പോൾ തൊട്ടൊക്കെ തന്നെയാണ് അമ്മയ്ക്ക് എന്നെ വേറൊരു ജോലിക്കും പോകാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. എന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ അമ്മ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐ മീൻ ഈ 10 വർഷം മുമ്പ് ഞാൻ ചില ജോലികൾക്കൊക്കെ പോകുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് സിനിമ മാത്രമായിട്ട് ഓഡീഷൻസ് അത് ഇതെന്ന് പറഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് ഇറങ്ങുന്നു, സിനിമകൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നു. അപ്പോഴൊക്കെ അമ്മ തന്നെയാണ് എന്നെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് തന്നെ അമ്മ അത് ബ്ലോക്ക് ചെയ്യും. വേണ്ട വേണ്ട, അത് സിനിമ നടനായാൽ മതി, ഇനി എന്തും നമ്മൾ എന്ത് വന്നാലും നീ സിനിമ നടനായാൽ മതി, എന്തും ഫേസ് ചെയ്യാം ഞാൻ, എനിക്ക് നിന്നെ സിനിമ നടനാക്കിയേ തീരൂ എന്നുള്ളൊരു വാശി എന്നേക്കാൾ കൂടുതൽ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അതെനിക്കൊരു തരത്തിൽ പറഞ്ഞൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ചില സമയത്തൊക്കെ എനിക്കും തോന്നും വേറെ എന്തെങ്കിലും, കാരണം അറിയാലോ മനുഷ്യനാണ്, നമ്മളാരും റോബോട്ട്സ് ഒന്നും അല്ല. ചില സമയത്തൊക്കെ നമ്മുടെ ടയർഡായി പോകും. അപ്പോൾ നമുക്ക് തോന്നും ചില എന്താ ഇങ്ങനെ എനിക്ക് മാത്രം നടക്കാതെ. പക്ഷെ അപ്പോഴൊക്കെ അമ്മ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. കുഴപ്പമില്ല, അടുത്ത പടത്തിൽ ശരിയാവും, നീ ധൈര്യമായിട്ടിരിക്കും, ഞാനല്ലേ ഉള്ളേ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പിന്നെയും വേണ്ട, ഒരാളുണ്ട്. ഒരുപാട് പേരില്ല, മീൻ സപ്പോർട്ടില്ലാതെ കഴിവുണ്ടായിട്ടും ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുള്ള ആളുകളുണ്ട്. ഇന്ന് അവരൊക്കെ പല സ്ഥലത്തിരുന്ന്, എനിക്ക് തന്നെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ നിൻ്റെ അമ്മയെ പോലത്തെ ഒരു അമ്മ ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ തിരഞ്ഞെടുത്തൊരു ഫീൽഡ് മനസ്സിലാക്കാൻ ഒരു പരസഹായം വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ആക്ച്വലി. അമ്മ ഒരു പില്ലർ പോലെ നിൽക്കുക. ഉണ്ട്, കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സോറി എന്നുള്ള സിനിമയിലെ ആ ഒരു ക്യാരക്ടർ ഇപ്പം ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നടക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലുള്ളൊരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ ഒരു പേഴ്സണൽ പാരലൽ പോലെ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു റിയൽ ലൈഫുമായിട്ട്? ഒരുപാട്, കാരണം ഞാൻ അങ്ങനെ പോയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഓഡീഷൻസിന് പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഈ കഥാപാത്രമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. ഒരു ഓഡീഷന് പോകുമ്പോൾ ചിലപ്പോൾ ഓഡീഷന് കിട്ടാതെ തിരിച്ചു പോവുക എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും ഈ സിനിമ. പിന്നെ അങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ കൂടെയും ഞാൻ ഇരുന്നിട്ടുണ്ട്. ഐ മീൻ ഡെസ്പറേറ്റ് ആയിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുടെ കൂടെയും ഞാൻ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ അരവിന്ദ് ബാബു എന്ന് പറഞ്ഞ കഥാപാത്രം റിയൽ ലൈഫിൽ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു ഫാക്ടർ. ഭയങ്കരമായിട്ട് എനിക്ക് വേറൊരാളെ നോക്കി പഠിക്കുകയോ അല്ലെങ്കിൽ വേറൊരു അക്ഷയ്ക്കോ അങ്ങനെ ഒരാളില്ലായിരുന്നു. അവനും പറഞ്ഞാൽ എനിക്ക് നിന്നെ കണ്ട് എനിക്ക് എഴുതിയ കുറച്ച് പരിപാടികളുണ്ട്, അല്ലെങ്കിൽ നീ പറഞ്ഞ് അത് ഞാൻ പറഞ്ഞത് കേട്ട് ഓഡീഷൻ എക്സ്പീരിയൻസ് എഴുതിയ പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിയൽ ലൈഫായിട്ട് ഈ കഥാപാത്രം ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് ഈ അരവിന്ദ് ബാബു എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഒരു ഞങ്ങൾ ട്രിവാൻഡ്രത്ത് 7 ആർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഫെസ്റ്റിവലുണ്ട്. അവിടെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡും മികച്ച സംവിധായകനുള്ള അവാർഡും നമുക്കായിരുന്നു. അപ്പോൾ ആ സ്ക്രീനിങ്ങിന് എൻ്റെ ഒരു പെർഫോമൻസിന് ഫുള്ള് അവർ തിയേറ്ററിൽ ഫുള്ള് ഹൗസ്ഫുള്ളായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ഇതിങ്ങനെ കണ്ടിരിക്കുന്നു. എൻ്റെ ചില ഏരിയാസൊക്കെ എത്തുമ്പോഴത്തേക്ക് ആളുകൾക്ക് കണക്റ്റ് ആവും. ലൈക്ക് ഓഡീഷൻ ഏരിയാസ് അത് നമുക്ക് കാണാൻ പറ്റും. അപ്പം എനിക്ക് ശരിക്കും അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കണക്റ്റ് ആക്കും. കാരണം അത് എല്ലാ രീതിയിലും